നവീകരണത്തിന് മുമ്പ് വളരെ കുറച്ച് വേദപുസ്തക പ്രതികൾ നിലനിന്നിരുന്ന സമയങ്ങൾ ഉണ്ടായിരുന്നു. ദൈവവചനം മുഴുവനായി നശിക്കപ്പെടാൻ ദൈവം അനുവദിച്ചില്ല. അതിലെ സത്യങ്ങൾ എന്നേക്കുമായി മറഞ്ഞിരിക്കേണ്ടവയല്ല. തൻ്റെ ദാസന്മാരെ വിട്ടയക്കാനായി ദൈവം കാരാഗൃഹവാതിലുകൾ തുറന്നതുപോലെയും ഇരുമ്പ് കവാടങ്ങളുടെ പൂട്ട് തുറന്നതുപോലെയും ജീവന്റെ വചനത്തിന്റെ ചങ്ങലയും നിഷ്പ്രയാസം അഴിച്ചു. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും മനുഷ്യർ ദൈവാത്മാവിനാൽ പ്രചോദിതരായി സത്യത്തിനും മറഞ്ഞിരിക്കുന്ന നിധികൾക്കും വേണ്ടി അന്വേഷണം നടത്തി. ദൈവ അനുഗ്രഹത്താൽ വിശുദ്ധ വചനത്തിലേക്ക് അവർ നയിക്കപ്പെട്ടു. അതീവ താൽപര്യത്തോടെ വിശുദ്ധ പേജുകൾ പഠിച്ചു. എന്ത് വില കൊടുത്തും വെളിച്ചം തങ്ങളിലേക്ക് സ്വീകരിക്കാൻ അവർക്ക് സമ്മതമായിരുന്നു. എല്ലാ കാര്യങ്ങളും അവർക്ക് വ്യക്തമാകപ്പെട്ടില്ലെങ്കിലും പണ്ട് മുതലേ മറഞ്ഞുകിടന്ന ധാരാളം സത്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചു. അന്ധവിശ്വാസത്തിൻ്റെയും തെറ്റുകളുടെയും ചങ്ങല പൊട്ടിച്ച് വേർപെടുത്തിക്കൊണ്ടും അടിമയാക്കപ്പെട്ടവരോട് എഴുന്നേറ്റ് അവരുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ ആവശ്യപ്പെട്ടും കൊണ്ട് സ്വർഗീയ ദൂതുവാഹകരായി അവർ മുമ്പോട്ട് പോയി. വാൽഡൻസുകാർ ഒഴികെ ദൈവത്തിൻ്റെ തിരുവചനം അഭ്യസ്ത വിദ്യരുടെ ഭാഷകളിൽ മാത്രമായി നൂറ്റാണ്ടുകളോളം അടയ്ക്കപ്പെട്ടിരുന്നു. എന്നാൽ പല പ്രദേശങ്ങളിലുമുള്ളവരുടെ മാതൃഭാഷയിൽ പരിഭാഷപ്പെടുത്തി വിതരണം ചെയ്യാനുള്ള സമയം വന്നു. ലോകം അതിൻ്റെ അർദ്ധരാത്രി കടന്നുപോയി. അന്ധകാരത്തിൻ്റെ മണിക്കൂറുകൾ ഇല്ലാതായി. പല ദേശങ്ങളിലും പ്രഭാത കിരണങ്ങളുടെ സൂചന കണ്ടു തുടങ്ങി. ജോൺ വിക്ലിഫ് 14-ാം നൂറ്റാണ്ടിൽ നവീകരണത്തിന്റെ ഉദയനക്ഷത്രം ഇംഗ്ലണ്ടിൽ ഉദിച്ചു. ജോൺ വിക്ലിഫ് ഇംഗ്ലണ്ടിന് മാത്രമല്ല ക്രിസ്തവ ലോകത്തിന് മുഴുവനും നവീകരണത്തിന്റെ മുന്നോടിയായിരുന്നു. റോമിനെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ അനുവദിച്ചിടത്തോളം നിശബ്ദനായില്ല. വ്യക്തികളെയും സഭകളെയും രാഷ്ട്രങ്ങളെയും അടിമത്വത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഈ പ്രതിഷേധം സമരത്തിലേക്ക് നയിച്ചു.